ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെമ്മീൻ്റെ അടയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ്റിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടില്ല. ചോറിൻ്റെ അരി ഇതിൽ ഞാൻ റേഷൻ അരിയാണ് യൂസ് ചെയ്തിട്ടില്ല. നല്ലോണം ക്ലീന് വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം ഒരു 1 അവർ ഒരു മണിക്കൂർ ഒരു മണിക്കൂറത്തേക്ക് ഇങ്ങനെ പുതിർത്തി വെക്കാം. ഇതിനിങ്ങനെ അരി കണ്ട ഇത് റേഷൻ അരിയാണ്. അപ്പോൾ കുറച്ച് നീളമുള്ള അരിയാണ് റേഷൻ അരി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇളക്കി കൊടുത്തിട്ട് അത് സൈഡാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നത്. മസാല എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചതാണ്. അത് നല്ലോണം ജസ്റ്റ് ഒന്ന് മണം വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. 2 മീഡിയം സൈസ് ഉള്ളി ചെറുങ്ങനായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ സോഫ്റ്റാക്കി എടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കടിക്കുന്ന പാകം മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അത് കളർ മാറുമ്പം തന്നെ ഇത് മസാലപ്പൊടിയെല്ലാം ഇടാം. ഇതിപ്പം നല്ല എരിവ് വേണം. പച്ചമുളകാണ് കൂടുതൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ പച്ചമുളക് എന്ന് പറയുമ്പോൾ 2-3 ഞാൻ ഇട്ട് കൊടുക്കുക, നിങ്ങൾ എരിവ് അനുസരിച്ച്. പക്ഷേ ഇത് നല്ല എരിവുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റായിട്ട് വരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒരു മീഡിയം സൈസ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് സോട്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം ഫിഷ് മസാല, റെഡ് ചില്ലിപ്പൊടിയും പിന്നെ ജീരകപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചുവന്ന മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിഷ് മസാലയാണ് ഇതിൻ്റെ പ്രത്യേകം ടേസ്റ്റായിട്ട് വരുന്നത്. പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മസാലയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. മസാല ജസ്റ്റ് ഒന്ന് നല്ലോണം പച്ച മണം പോകുന്ന വരെയാണ് ഇതിൻ്റെ ടൈമിങ് പറയുന്നത്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കപ്പ് ചെറിയ ചെമ്മീനാണ്. കടിക്കൽ ഉപയോഗിക്കുന്ന ചെറിയ ചെമ്മീനുണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കപ്പ് എന്ന് പറയുമ്പം ഇത് കറക്റ്റ് അളവായിട്ട് വരും. എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഉള്ളി മസാലേൻ്റെ കൂടെ തന്നെ അതിൽ ചെറിയൊരു വെള്ളം കീഞ്ഞ് വരും. പിന്നെ ഈ ചെമ്മീൻ്റെ കൂടെ തന്നെ ചെറിയൊരു മോയ്സ്ചറായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചൊന്ന് വെള്ളം കീഞ്ഞ് വരും. ഇത് ആ വെള്ളം തന്നെ മതി. എന്നിട്ട് അതെല്ലാം ചെമ്മീനായി കഴിഞ്ഞാലാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ 1/2 കപ്പ് ഏകദേശം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് തേങ്ങയും കൂടി ആകുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് വരും. അപ്പം നമുക്ക് അടച്ചുടണമെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇപ്പം മല്ലിച്ചപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും കരിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാകത്തിന് ആക്കി വെക്കുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് തണിയാൻ വെക്കുക. പിന്നെ മസാല ജസ്റ്റ് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം ചുവന്ന മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എരിവനുസരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് തണിയുന്ന സമയം കൊണ്ട് നമുക്ക് അരി റെഡിയാക്കാം. അപ്പോൾ അരി കണ്ടിട്ടില്ലേ, 1 മണിക്കൂർ ആകുമ്പോഴേക്ക് ഏകദേശം സെമി കുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. തീരെ വെള്ളം പാടില്ല. ജസ്റ്റ് എല്ലാ വെള്ളം കളഞ്ഞിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിക്കാന്ന് ഞാനിപ്പോൾ ജസ്റ്റ് 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫിൽറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിപ്പം കുറച്ച് വെള്ളം കട്ടിയിലാണ് അരക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകം, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒരു ചെറിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും 1/4 കപ്പ് തേങ്ങയും ഉപ്പും കൂടി നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം അരച്ചിട്ട് ഇങ്ങനെ കട്ടി പേസ്റ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഈ സമയം തന്നെ നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കണം. കണ്ട ഇത് പേസ്റ്റ് കണ്ട നല്ല കട്ടി ഇഡ്ഡലി ബാറ്റർ പോലെയാണ് ഈ പേസ്റ്റ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഈ കയ്യിലിന് ഞാൻ ഒരു ഏകദേശം ഈ സ്പൂണിന് 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു മാവായിട്ട് കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനനുസരിച്ചിട്ടാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നിങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി പാകത്തിന് ഉപ്പും നമ്മളൊരു ഫില്ലിങ്ങിന് ഇതിന് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ നമുക്ക് ബോൾസൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൈക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവിയിട്ട് ഓരോ ചെറിയ ബോൾസ് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ചെറിയ ബോളാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് അതൊന്ന് കൈക്ക് ഇങ്ങനെ ഫ്ലാറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന പോലെയാണ്. ഇത് പെട്ടെന്ന് തന്നെ ആവും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റാക്കി കൊടുത്തിട്ട് വേണം നമ്മളെ ഫില്ലിങ് ഇവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇപ്പോൾ ചൂടെല്ലാം ആറിയിട്ടുണ്ട്, മസാലയെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ സൈഡും ഒന്ന് സീലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ എനിക്ക് ഇപ്പം ഈ ചെമ്മീനടാന്നെല്ലാം പറയുമ്പോൾ നല്ല ഫില്ലിങ്ങോടെയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നെയ്യെല്ലാം തടവിയിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഷേപ്പ് ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പില്ലാത്ത പോലെ തോന്നുമായിരിക്കും, പക്ഷേ ഞാനിങ്ങനെ ഇതിപ്പം ഇതോടെ തീർന്നിട്ടില്ല, നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം ആ ഷേപ്പൊക്കെ ശരിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫുൾ മാവ് തന്നെ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഈ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. കുറച്ചൊരു കപ്പ് ചെമ്മീൻ കൊണ്ടാണ് ഞാൻ ഈ കടിയാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യുക. വേവിച്ച് കഴിഞ്ഞിട്ട് സ്റ്റീമാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഫ്രീസറിൽ വേണ്ടിയിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ഫ്രീസറിലാക്കി വെക്കുകയും ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതിങ്ങനെ അരിപ്പയിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് പിന്നെ എൻ്റെ ചെറിയ സ്റ്റീമറാണ്. ചെറുങ്ങനാക്കുമ്പോൾ ഞാൻ ഇതാ എടുക്കുക. അപ്പോൾ ഇത് തേച്ച് സ്റ്റീമാക്കി കൊടുക്കുക. സ്റ്റീം എന്ന് പറഞ്ഞാൽ ഞാൻ സമയം നോക്കിയാലും 15 മിനിറ്റ് കറക്റ്റാണ്. 15 മിനിറ്റ് കഴിഞ്ഞാലും ഇതൊരു പറ്റിപ്പുണ്ടാകും, പക്ഷേ തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഇതായിട്ടുണ്ട്, 15 മിനിറ്റ് കറക്റ്റാണ്. അപ്പോൾ അതെല്ലാം റെഡിയായിട്ട് ഒന്ന് തണയാൻ വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടിയും ഫിഷ് മസാല, ജീരകപ്പൊടി ക്രഷ് ചെയ്തത്, പിന്നെ വെളുത്തുള്ളിയും കരിവേപ്പിലും ചതച്ചതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി കൊടുക്കുന്നത്. നമ്മൾ മീനെല്ലാം പൊരിക്കുന്നില്ലേ അതേപോലെ. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എന്നാൽ മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഈ പിന്നെ മസാല എണ്ണയിലേക്ക് ഇങ്ങനെ ഊർന്ന് വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നതാണ്. മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീനെല്ലാം പൊരിക്കുന്ന പോലെ തന്നെ കുറച്ച് സെമി കട്ടിയിൽ, ഏകദേശം നന്ന വെള്ളം പോലെയല്ല, ചെറുങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഫ്രൈങ് പാനിൽ ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില ആൾക്ക് നല്ലോണം ഫ്രൈ ചെയ്യണം, പക്ഷേ ഇത് ഫ്രൈ ചെയ്തിട്ട് ആകുമ്പോൾ കുറച്ച് ഓരം പിടിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രമേ മസാല കുക്കാകുന്ന ആ ഒരു പാകം. അപ്പോൾ നമ്മൾ ചെമ്മീൻ അട റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.